നമസ്കാരം, എല്ലാവർക്കും മൈൻഡ് ബ്ലൂം വിത്ത് ചിഞ്ചൂസിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഫലം കാണുന്നില്ലെങ്കിൽ നിർത്തും. എൻ്റെ പരിശ്രമത്തിന് വിലയില്ലേ എന്ന് സ്വയം ചോദിക്കാൻ തുടങ്ങും. പക്ഷേ പ്രകൃതി ഒരു രഹസ്യം പഠിപ്പിക്കുന്നുണ്ട്. വലിയ മരങ്ങൾ പോലും ആദ്യം കാണാൻ കഴിയാത്ത വേരുകളാണ് വളർത്തുന്നത്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് നിശബ്ദത. യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുന്ന ആ സമയത്തായിരിക്കും ഏറ്റവും വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ 9 മാസം നിശബ്ദമായി വളരുന്നുണ്ട്. ഒരു വജ്രം ഭൂമിയുടെ ആഴങ്ങളിൽ വർഷങ്ങളോളം രൂപം കൊള്ളുന്നു. ഒരു വിത്ത് മണ്ണിൻ്റെ ഇരുട്ടിൽ കിടന്ന് ആരും കാണാതെ അതിൻ്റെ വേരുകൾ വളർത്തുന്നു. പ്രകൃതി ഒരിക്കലും തിരക്ക് കൂട്ടുന്നില്ല, പക്ഷേ അതൊരിക്കലും പരാജയപ്പെടുന്നുമില്ല. അതിനാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മാറുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. കാരണം ഒരു ചെറിയ വിത്ത് നമ്മെ പഠിപ്പിക്കുന്ന ജീവിത പാഠം ചിലപ്പോൾ ഒരു വലിയ പുസ്തകത്തിനും പഠിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ തോട്ടക്കാരൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ചോദിച്ചു, മുത്തച്ഛ, വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മുത്തച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒരു ചെറിയ വിത്ത് അവന്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നട്ടിട്ട് ദിവസവും വെള്ളം ഒഴിക്കൂ. കൊച്ചുമകൻ സന്തോഷത്തോടെ വിത്ത് നട്ടു. ആദ്യ ദിവസം അവൻ ഓടി വന്ന് നോക്കി, ഒന്നും കാണാനില്ല. 2-ാം ദിവസം, 3-ാം ദിവസം മണ്ണ് നിശബ്ദമായിരുന്നു. അവന് തോന്നി ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ മുത്തച്ഛനോട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നു, എന്നിട്ടും ഒന്നും വളരുന്നില്ല. മുത്തച്ഛൻ അവനെ ഒരു വലിയ ആൽമരത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ചോദിച്ചു, ഈ മരം എവിടെ നിന്നാണ് തുടങ്ങിയതെന്നറിയാമോ? ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. പക്ഷേ ഈ മരം ആദ്യം ആകാശത്തേക്കല്ല വളർന്നത്, മണ്ണിനടിയിലേക്കാണ്. ആരും കാണാത്തിടത്ത് അത് വേരുകൾ വളർത്തുകയായിരുന്നു. വേരുകൾ ശക്തമായതിനു ശേഷമാണ് അത് ലോകത്തിന് മുന്നിൽ വളരാൻ തുടങ്ങിയത്. ഈ കഥയിലെ വിത്ത് നമ്മളിൽ ഓരോരുത്തരുമല്ലേ? നമ്മളും ഒരു സ്വപ്നം നട്ടുപിടിപ്പിക്കും. ഒരു ജോലി നേടണം, ഒരു നല്ല ജീവിതം ഉണ്ടാക്കണം, ഒരു മാറ്റം കൊണ്ടുവരണം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഫലം കാണുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കാൻ തുടങ്ങും, എനിക്കിത് പറ്റുമോ? ഞാൻ ശരിയായ വഴിയിലാണോ? അപ്പോഴാണ് പലരും യാത്ര അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഒരു വിത്ത് ആദ്യം ചെയ്യുന്നത് പുറത്തേക്ക് വളരുകയല്ല, അത് ആദ്യം വേരുകൾ വളർത്തുകയാണ് ചെയ്യുന്നത്. കാരണം വേരുകൾ ശക്തമല്ലെങ്കിൽ ഒരു ചെറിയ കാറ്റ് പോലും അതിനെ വീഴ്ത്തും. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഓരോ പാഠവും, നിങ്ങൾ നേരിടുന്ന ഓരോ പരാജയവും, നിങ്ങൾ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരും, ആരും കാണാത്ത നിങ്ങളുടെ പരിശ്രമവും, ഇവയെല്ലാം നിങ്ങളുടെ വേരുകളാണ്. ലോകം നിങ്ങളുടെ ഫലം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ നിശബ്ദ പോരാട്ടം, അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തമായ അടിത്തറ പണിയുകയാണ്. അതിനാൽ ഇന്ന് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കരുതി ഒരിക്കലും യാത്ര നിർത്തരുത്. കാരണം ഒരു വിത്ത് മണ്ണിനടിയിൽ നിശബ്ദമായി ചെലവഴിക്കുന്ന സമയം ഒരിക്കലും പാഴാകുന്നില്ല. അത് അതിൻ്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല ശ്രമവും നാളത്തെ നിങ്ങളുടെ വിജയത്തിന്റെ വേരുകളാണ്. അതുകൊണ്ട് ഫലം വൈകിയെന്ന് കരുതി സ്വപ്നം ഉപേക്ഷിക്കരുത്. വേരുകൾ ശക്തമായാൽ ഒരു ദിവസം ലോകം മുഴുവൻ നിങ്ങളുടെ വളർച്ച കാണും. ക്ഷമയോടെ മുന്നോട്ട് പോവുക. കാരണം ഏറ്റവും മനോഹരമായ പൂക്കൾ വിരിയാൻ കുറച്ച് സമയം എപ്പോഴും വേണ്ടിവരും. ഞാൻ ചിഞ്ചു, ഇത് മൈൻഡ് ബ്ലൂം വിത്ത് ചിഞ്ചൂസ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.